السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. رب ابني لي عندك بيتا في الجنة آمين يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ വന്നിട്ടുള്ളത് നമ്മള് റമദാനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? റമദാന് 30 ദിവസം നമ്മൾ കഴിഞ്ഞ റജബ് മാസം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും റജബില് വിത്തിടുക എന്നുള്ളത്. അപ്പം വിത്തിട്ടവരായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഇനി വിത്തിടാൻ നേരം വൈകിയവരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇന്നു മുതൽ വിത്തിടാം ഇൻഷാ അള്ളാ. ഓക്കെ, നമ്മള് അള്ളാഹുവുമായിട്ട് ഹൃദയബന്ധം ശക്തമാക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറ്റുകയാണ് ഇൻഷാ അള്ളാ. നമ്മള് ഉം, ഒരു നല്ല മുസ്ലിമായിട്ട് രൂപപ്പെടാൻ സഹായിക്കുന്ന പ്രാക്ടീസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ഇൻഷാ അള്ളാ. ഇത് ഒരു 30 ദിവസത്തെ, ഇനി ഒരു 30 ദിവസമല്ലേ റമദാനിലേക്കുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് 30 ദിവസത്തെ ആഴമുള്ള ഒരു പ്രാക്ടീസ് ഇൻഷാ അള്ളാ. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അള്ളാഹു ഞാൻ നിനക്കുള്ളതാണ്, എന്റെ ശരീരവും ഹൃദയവും സൗമ്യവും നിനക്കായിട്ട് സമർപ്പിക്കുന്നു. ഇത് നമ്മള് ഓൾറെഡി നമ്മുടെ നിസ്കാരത്തിലൊക്കെ പറയുന്നതാണ്. ഇന്ന സ്വലാത്തി വനസുത്തി ഒമഹിയായ ഉമാത്തി ഇല്ലാഹി റബ്ബുൽ ആലമീൻ അല്ലെ? നമ്മള് വജ്ജഹ്ത് ഓതുന്ന സമയത്ത് ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരവും, തീർച്ചയായും എന്റെ നിസ്കാരവും എന്റെ പ്രവർത്തികളും എന്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനാണ്. ഇതാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഞാൻ നിനക്കുള്ളവളാണെന്ന് പറയുമ്പോൾ ഇത് വെറും ഒരു വാക്കല്ല, ഒരു കീഴടങ്ങലാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിനക്കാണ്. ഒരു ഉടമ്പടിയാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ സ്വയം അർപ്പിക്കണം അള്ളാഹുവിലേക്ക്. അള്ളാഹു, ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലാതെ നിന്റെ ഇഷ്ടത്തിനാണ് ഇന്നു മുതൽ ഞാൻ ജീവിച്ചു തുടങ്ങുന്നത് എന്നുള്ള ഒരു ആത്മസമർപ്പണം കൂടിയാണിത്. ഇതിന്റെ അർത്ഥം വരുന്നത് നമ്മളെ ശരീരം ഹലാലായ വഴിയിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. എന്റെ ഹൃദയം, മനസ്സ്, ഇതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അസൂയയും വൈരാഗ്യവും അഹങ്കാരവും ഒന്നും ഇതിൽ നിറയ്ക്കുന്നില്ല. അതുപോലെ എന്റെ സമയം നിന്റെ ഇഷ്ടത്തിനായിട്ടാണ് വിനിയോഗിക്കുക. ഇതാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ആ ഒരു അടിത്തറ ഇടാണ് ഇൻഷാ അള്ളാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം ഞാൻ ആരുടേതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരാണ്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് എന്റെ ജീവിതം, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ എന്ന് അല്ലെ? ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ എന്റേതല്ല എന്നാണ്. ഞാൻ അള്ളാഹുവിൻ്റെതാണ് അല്ലെ? നമ്മൾ തന്നെ നമ്മളതല്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല, മുഴുവനും അള്ളാഹു നമുക്ക് തരുന്ന കഴിവുകളാണ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ എന്റേതാണെന്ന് പറയാൻ എനിക്ക് എവിടെ അർഹത ഉള്ളത്? ഖുർആന്റെ ആത്മാവ് എന്ന് പറയുന്നതന്നെ ഇന്ന അല്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ, നിശ്ചയമായും നാം അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്കാണ് മടങ്ങുന്നത്. ഈ ഇന്ന അല്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ എന്നുള്ളത് നമ്മള് ആരെങ്കിലും മരിച്ചാൽ മാത്രം ചെല്ലേണ്ട ഒരു വാചകമല്ല, അല്ലെങ്കിൽ ഒരു ദുആ മാത്രമല്ല. നമുക്ക് എന്ത് മുസീബത്ത് വരുമ്പോഴും ചൊല്ലല് സുന്നത്താണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിശ്ചയമായും നാം അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്കാണ് മടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരാള് നമ്മളെ ഇങ്ങോട്ട് അയച്ചു, അല്ലെങ്കിൽ ഒരാള് പറഞ്ഞു നീ ഒന്ന് അങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, കുറച്ച് സമയം ഇവിടെ പോയിക്കോ, പോയിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളെ കയ്യില് കുറച്ച് സാധനങ്ങളും തന്നു. അപ്പം ഈ തന്ന സാധനം ഫസ്റ്റ് ആ ആള് വന്നുകൊണ്ട് വാങ്ങിക്കൊണ്ടുപോയി. ഓക്കെ, വാങ്ങിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ആ ആദ്യം കൊണ്ടുപോയിന്ന് കുഴപ്പമില്ല. നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോണേ? ആ വാങ്ങിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് തന്നെയാണ് അല്ലെ? ആണോ? ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ അർത്ഥം വരുന്നത്. നിശ്ചയമായും നമ്മൾ അള്ളാഹിൻ്റെതാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പൊ നമ്മളെ അടുത്ത് നിന്ന് എന്തൊക്കെ അള്ളാഹു തിരിച്ചെടുത്താലും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ മുസീബത്ത് തന്നാലും, അതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹു തരുന്നതാണ്. ആ തരുന്ന അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകാനുള്ളത്. ഈ ഒരു ഓർമ്മിപ്പിക്കലാണ് സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ലിം ആയ ഒരാളുടെ ജീവിതത്തിലെ ഇതിന്റെ പ്രായോഗിക ഫലം തെറ്റായ വഴികളിൽ നിന്ന് ആകർഷണം നഷ്ടപ്പെടും. നമുക്ക് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് തെറ്റാണ്, അതൊക്കെ വേണ്ട, അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. ഈ രീതിയിൽ നമുക്ക്
അതിൽ നിന്ന് ആകർഷണം നഷ്ടപ്പെടും. അതേപോലെ പാപത്തിൽ പോകുന്നത് മുമ്പ് ഹൃദയം തടയും. നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഹൃദയം ഓർപ്പിക്കും, വേണ്ടട്ടോ അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, വെറുതെ ചെയ്യാൻ നിൽക്കണ്ട. ഇത് നമ്മളെ ഹൃദയം നമ്മളെ ഓർമ്മിപ്പിക്കാൻ നോക്കും. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മളെ ഏറ്റവും ആവശ്യമുള്ള കാര്യം. അതുപോലെ നമുക്ക് വേദനകൾ വന്നാലും വിഷമങ്ങൾ വന്നാലും നമ്മൾ പരാതിപ്പെടുന്നതിന് പകരം അള്ളാഹുവിനെ സമർപ്പിക്കും. ഓക്കെ, ഇതുവരെ അള്ളാഹു എനിക്ക് തന്നിരുന്നു, അൽഹംദുലില്ലാ, ഇതിപ്പോ അള്ളാഹ് എടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. നമ്മളും ഇനി അള്ളാഹിന്റെ അടുത്തേക്കല്ലേ പോണത്, കുഴപ്പമില്ല അല്ലേ? ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കും. അതുപോലെ നമ്മളെ തീരുമാനങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തോടെ ആവും നമ്മൾ തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനായിരിക്കും. ഓക്കെ, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇതാണ് ഇഷ്ടം. ഇനിയുള്ള നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ? ഓക്കെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അതുപോലെ നമുക്ക് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വലത് കൈ നെഞ്ചത്ത് വെച്ചിട്ട് കണ്ണുകൾ അടച്ച് 3 തവണ പതുക്കെ പറയാം, അള്ളാഹുവേ ഞാൻ നിനക്കുള്ളവനാണ്, നിനക്കുള്ളവളാണ്. അള്ളാഹുവേ ഞാൻ നിനക്കുള്ളവളാണ്. അള്ളാഹുവേ ഞാൻ നിനക്കുള്ളവളാണ്. പിന്നെ പറയാം, ഇന്ന് എന്റെ ജീവിതം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവസാനം ഈ ഒരു ദുആയോട് കൂടി നിർത്തുക. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഒരു ചെറിയ ആത്മപരിശോധന നടത്താം നമുക്കിനി, അല്ലെ? നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏൽപ്പിക്കുന്ന ആ ഒരു കാര്യം ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യണ്ടേ, നമ്മൾ ഓക്കെ ആണോ, നമ്മളിപ്പോ നല്ലതാണോ എന്നൊക്കെ ഉള്ളേ. കേടുള്ള കാര്യങ്ങൾ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ നമ്മൾ കേടാണെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒന്ന് സ്വയം ചോദിക്കാം, ഇന്ന് ഞാൻ ഇന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പൊ ഇന്ന് ഞാൻ എന്റെ സമയം ആർക്കായിട്ടാണ് ചെലവാക്കുക, എന്തിനൊക്കെയാണ് ചെലവാക്കുക? ഏതുപോലെ നമുക്ക് രാവിലെ ഒരു 1000 ഉറുപ്യ കൈ തന്നു, ഇത് നീ നല്ല രീതിയിൽ ചെലവാക്കണം എന്ന് പറഞ്ഞു. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ നല്ല രീതിയിലാണ് ചെലവാക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലേ? അല്ലാതെ വെറുതെ അങ്ങനെ ഇങ്ങനെ ചെലവാക്കി തീർക്കണം എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമുക്ക് തരുന്ന ഈ സമയം അല്ലെങ്കിൽ ഇന്ന് എന്ന ഒരു ദിവസം നമ്മൾ ഏത് രീതിയിലാണ് ചെലവാക്കുക എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ ഒന്ന് ചിന്തിക്കാം. അതുപോലെ എന്റെ പ്രതികരണങ്ങളെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ ആയിരിക്കും പ്രതികരിക്കുക. ഇതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും, ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അള്ളാഹു പുറത്തു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാള് ചീത്ത പറയുമ്പോൾ നമ്മൾക്കും തിരിച്ച് ചീത്ത പറയാനുള്ള ഒരു ടെൻഡൻസി, കാരണം അവിടെ കളിക്കുന്നത് ശൈത്താനാണ്. അപ്പൊ അതിൽ നിന്ന് ഒഴിവായിട്ട് നമ്മൾ അള്ളാഹുവില് നമ്മളെ മനസ്സിനെ അർപ്പിച്ചാല് ഈ ഇതിനിപ്പോ ഞാൻ മറുപടി പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും ഇല്ല, അപ്പൊ പിന്നെ ഞാൻ പറയുന്നില്ല. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അള്ളാഹ് എന്താ വെച്ചാൽ ചെയ്യട്ടെ. ഈ രീതിയിൽ നമ്മൾ മാറും. അതുപോലെ ഇപ്പം നമ്മളെ ഒരാൾ അവഗണിച്ച്, ഓക്കെ, അവഗണിച്ച് അല്ലെങ്കിൽ ചീത്ത പറയാ, കളിയാക്കുക, നമ്മളെ വിഷമിപ്പിക്കുക, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. ആ സമയത്ത് നമ്മുടെ പ്രതികരണം നമ്മൾ തിരിച്ച് ചൂടാവാണ് വെച്ചാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അല്ലെ? നമ്മളോട് ക്ഷമിക്കാനാ പറഞ്ഞേ. അപ്പൊ നമ്മൾ ക്ഷമിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ അത് സന്തോഷിപ്പിക്കും. അള്ളാഹു നമുക്കതിന് പ്രതിഫലം തരും, നമുക്ക് മനസ്സമാധാനം തരും. നമുക്ക് വേണ്ടതും അതന്നെയല്ലേ, നമുക്ക് സന്തോഷം സമാധാനമൊക്കെ അല്ലേ വേണ്ടത്. അവരത് പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മുടെ വില കളയുന്നില്ല, നമുക്ക് അള്ളാഹിന്റെ അടുത്തുള്ള വില കൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഉണ്ടാതിരിക്കുന്ന സമയത്ത്. ആണല്ലോ. അപ്പം നമ്മളെ പ്രതികരണങ്ങളൊക്കെ ഇനി മുതൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എനിക്ക് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊയ്പോയതാണെന്നുള്ളത്. ഈ കയ്യിൽ നിന്ന് അറിയാതെ പൊയ്പോകുന്ന ഈ ഒരു സ്വഭാവം നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് മാറിക്കിട്ടും ഇൻഷാ അള്ളാ. അതുപോലെ ഞാൻ ഇന്ന് എന്താണ് സമർപ്പിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്താ കൂടുതൽ ചെയ്യുന്നത്, ഇതൊന്ന് ചിന്തിക്കാം രാവിലെ തന്നെ. ഈ ഒരു ഡേ ഒന്ന് ശരിയായി ജീവിച്ചാൽ തന്നെ ബാക്കിയുള്ള 29 ദിവസവും സ്വാഭാവികമായിട്ട് മാറും. നമ്മൾ ഈ രീതിയിലാണ് ഇന്ന് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നാളെയും മറ്റന്നാളും അങ്ങനെ ബാക്കിയുള്ള റമളാനിലേക്കുള്ള ഈ ഒരു ഷാബാനിലെ വളമിടാനുള്ള ഈ ഒരു അവസരം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെലവഴിക്കും ഇൻഷാ അള്ളാ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം, മരണം, നമ്മുടെ പ്രവർത്തനങ്ങളെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഞങ്ങൾ നടത്തുന്ന ഇസ്ലാമിക് കോഴ്സ്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഖുറാൻ കോഴ്സ്, ഖുറാൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ, എങ്ങനെ നല്ല മുസ്ലിമയാവും, എങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് മനസമാധാനത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ഈ ഒരു കോഴ്സ് ഉൾപ്പെടെ മാസം 300 രൂപയ്ക്ക് ഫീസിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. കമന്റ് ബോക്സിൽ ഇൻഷാല്ല ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്നുള്ള പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.